സങ്കീർത്തനങ്ങൾ 82. ആസാഫ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഇത്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ യെഹോശാഫാത്തിന്റെ കാലത്തെയാണിത് പ്രതിനിധീകരിക്കുന്നത്. മറ്റ് ആസാഫ് സങ്കീർത്തനങ്ങളെപ്പോലെ ഇതും ന്യായവിധിയുടെ ഒരു ദർശനമാണ്. ഈ ലോകത്തിലെ ന്യായാധിപന്മാർക്ക് അവർ ആരുടെ പ്രതിനിധികളാണോ ആ പരമോന്നത ന്യായാധിപനോടുള്ള ഉത്തരവാദിത്വം കാവ്യാത്മകവും സാങ്കല്പികവുമായ വാക്കുകളിൽ ഇവിടെ വിവരിക്കുന്നു. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. എളിയവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പിൻ, പീഡിതനും അഗതിക്കും നീതി നടത്തി കൊടുപ്പിൻ. എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പിൻ, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പിൻ. അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെയും ഇളകിയിരിക്കുന്നു. നിങ്ങൾ ദേവന്മാരാകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പെട്ടുപോകും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ, നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു.